നമസ്കാരം, മഞ്ഞപ്ര വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ടിറ്റോ കോലഞ്ചേരി. ഗ്ലോബൽ സൊസൈറ്റി ഓഫ് മഞ്ഞപ്രയുടെ ആഭിമുഖ്യത്തിൽ നാട്ടിലെ കുട്ടികൾക്കായി സംഘടിപ്പിക്കുന്ന സൗജന്യ പ്രസംഗ നേതൃത്വ പരിശീലന കളരിക്ക് തുടക്കമായി. 24/2024 ശനിയാഴ്ച മഞ്ഞപ്ര പൊയ്ത്തുരുത്ത് കൃഷി പാഠശാലയിൽ GSM പ്രസിഡന്റ് ശ്രീ സെബി തോമസ് വടക്കഞ്ചേരി കളരി ഉദ്ഘാടനം ചെയ്തു. 2024 ഏപ്രിൽ 20 മുതൽ മെയ് 11 വരെയുള്ള എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും രാവിലെ 9 മണി മുതൽ 11 വരെയാണ് പരിശീലന കളരി. വാർത്തകൾ. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, പ്രസംഗിക്കുക എന്ന് പറയുന്നത് സാധാരണ പ്രസംഗത്തിനോടുള്ള കഴിവ് സാധാരണ എല്ലാവർക്കും സ്വയമായിട്ട് സിദ്ധിച്ചു കിട്ടുന്ന ഒരു കഴിവല്ല. ഒരു ഗാനം ആലപിക്കാനുള്ള കഴിവോ അല്ലെങ്കിൽ ഡാൻസിനോടുള്ള കഴിവോ എന്നുപോലെ ഉള്ള ഒരു കഴിവല്ല. ഇത് നമ്മൾ പലപ്പോഴായിട്ട് പ്രാക്ടീസ് ചെയ്യണം, നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കിട്ടുന്ന ഒരു കഴിവാണ്. അപ്പോൾ നമ്മളിവിടെ ഇതിൽ വേണ്ടിയിട്ട് ചെയ്യുന്നത് കുറച്ച് കുറച്ച് സെഷൻസ്. ഇപ്പോൾ 8 ക്ലാസ്സുകളോളം 8 ദിവസത്തോളം നമുക്ക് ഇതിനു വേണ്ടി അവസരം കിട്ടുന്നുണ്ട്. എല്ലാ ദിവസവും നമുക്ക് 2-3 പ്രാവശ്യമെങ്കിലും സ്റ്റേജിൽ വന്ന് പ്രസംഗിക്കാനുള്ള അവസരം കിട്ടും, അല്ല ജിനോ? അപ്പോൾ അത്രയും പ്രാവശ്യം നമ്മൾ സ്റ്റേജിൽ വന്ന് ഇതിന് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്കുള്ള കഴിവുകൾ, ഇതിനോട് പ്രസംഗിക്കാനുള്ള കഴിവും എല്ലാ കാര്യങ്ങളും സ്വയം ശ്രദ്ധിച്ച് ഇനിയും കൂടുതൽ ഇതിന് താല്പര്യങ്ങൾ കൂടുതൽ വരും. അപ്പോൾ ഇതൊരു വലിയൊരു കാര്യമാക്കി തന്നെ നമുക്ക് മാറ്റിയെടുക്കണം. അപ്പം അതിനുവേണ്ടി നമ്മുടെ ജിനോ സാറ് വളരെ നല്ലൊരു മോഡ്യൂളും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ, അതിനുള്ള ടിപ്സ്, അതിനുള്ള സെഷൻസ്, പല രീതിയിലുള്ള സെഷൻസും കാര്യങ്ങളും എല്ലാം വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മൾ ചെയ്യുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് എല്ലാ ദിവസവും വരും, അല്ലേ? എല്ലാ ദിവസവും വന്ന് നമ്മളുടെ ഈ പ്രോഗ്രാമിനെ വിജയിപ്പിക്കണം. പ്രസംഗം പറഞ്ഞു പഠിക്കാൻ, അതെന്തിനാ പറഞ്ഞു പഠിക്കാൻ? പ്രസംഗിക്കാൻ എന്തിനാ? മോർണിംഗ്. അപ്പോൾ നമ്മളെന്തായാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ഈ വെക്കേഷൻ ടൈമിൽ ഇവിടെ വന്ന് ബോറടിപ്പിക്കാൻ ഒരു പ്രോഗ്രാംസ് ഒരു പദ്ധതിയില്ല. അതുമാത്രമല്ല, നിങ്ങൾ കൂടുതൽ സമയവും നിങ്ങൾ ഗെയിംസ് ആയിരിക്കും കളിക്കുക. ഓക്കെ, കൂടുതൽ കളികൾ, നിങ്ങൾ ഇതുവരെ കളിച്ചിട്ടില്ലാത്ത കളികൾ നമ്മളിന്നിവിടെ നിങ്ങളെ പഠിപ്പിക്കും, നിങ്ങൾ കളിക്കും. ഇനി കൂടുതൽ കൂട്ടുകാർ വരും. നിങ്ങൾ പോയിട്ട് നിങ്ങളിവിടെ കളിച്ച പുതിയ കളികളെ പറ്റി നിങ്ങൾ കൂട്ടുകാരോട് പറയണം. അപ്പോൾ അവരും ഇനിയുള്ള ദിവസങ്ങളിൽ വരാനായിട്ട് അതുമൂലം സാധിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ ഓരോ ദിവസങ്ങളിലും നമ്മൾ പുതിയ പുതിയ ഗെയിമുകൾ കളിക്കും. ഇന്ന് കളിക്കാൻ പോകുന്ന ഒരു ഗെയിമിന്റെ പേരാണ് ചൈനീസ് ചെക്കേഴ്സ്. ഇത് സംഭവം നിങ്ങൾ ആരും കണ്ടവരുണ്ടോ? കേട്ടിട്ടുണ്ടോ? കാണിച്ചു കൊടുത്തവരെ. ഓക്കെ, ഈ കളി നമ്മൾ ഇന്ന് പഠിക്കുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ കളിക്കും. അതുപോലെ തന്നെ വേറെ പുതിയ ഗെയിം വളരെ കുറവ് പേര് മാത്രമേ കളിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇത്തരം കളികളിലൂടെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ ഈ ഉനോ എന്ന കാർഡ് ഗെയിം, ചീട്ട് കളി, വലിയ വലിയ ബുദ്ധി ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ലക്കുള്ളവൻ ചെയ്യും. ഓക്കെ, അങ്ങനത്തെ ഒരു സിമ്പിൾ ഗെയിമാണ്. അതേപോലെ തന്നെ ഈ ചൈനീസ് ചെക്കേഴ്സ്, ബുദ്ധി അതിനും അധികമൊന്നും വേണ്ട, പക്ഷെ നമുക്ക് വേണമെങ്കിൽ മറ്റുള്ളവർക്ക് ചെറിയ തടസ്സം നിർത്താം. അതായത് നമ്മളെ കളി ജയിക്കുമെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷ്യത്തിൽ നിന്ന് വേറെ ലക്ഷ്യത്തിലേക്ക് എത്തണം. അതാണ് ഈ ചൈനീസ് ചെക്കേഴ്സ് എന്നുള്ള ഗെയിം. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, നിങ്ങൾക്ക് സിമ്പിളായിട്ട് കളിക്കാൻ പറ്റും. അപ്പോൾ പക്ഷേ നിങ്ങൾ കൂട്ടുകാർക്ക് വേണ്ടി ചെറുതായിട്ട് പാര വയ്ക്കാം, അവരെ ജയിപ്പിക്കാതിരിക്കാൻ നോക്കാം. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ജയിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കൂട്ടുകാർ പാരയായിട്ട് വരും. അപ്പം നമ്മൾ അവരെ ടാക്ടിക്കലായിട്ട് ഡീൽ ചെയ്ത് നമ്മൾ ഫ്രണ്ടിലെത്തി വിന്നറാവാം. അപ്പം ഈ ഗെയിമിൽ കുറച്ചും കൂടി നമ്മൾ കൂട്ടുകാരൊക്കെ ആയിട്ട് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കണം. ഈ ഗെയിമിൽ ലെക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ രണ്ടും പുതിയ ഗെയിമുകളാണ്, കളിക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ 2 റൗണ്ട് കളിക്കുമ്പോഴേക്കും നിങ്ങൾ എക്സ്പേർട്സ് ആവും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഓരോ ദിവസങ്ങൾ നമ്മൾ പുതിയ പുതിയ കളികളിലൂടെ നമ്മളെങ്ങനെ കൂട്ടുകാരുമായിട്ട് മിങ്കിൾ ചെയ്യാം, ഡീൽ ചെയ്യാൻ പഠിക്കും. ഓക്കെ, അപ്പോൾ ജമ്പ് ഇൻ, ജമ്പ് ഔട്ട്, കാര്യങ്ങളും. ഓക്കെ, ജമ്പ് ലെഫ്റ്റ്. അതായത് നമ്മൾ പറയുന്നത് ഓപ്പോസിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പെട്ടെന്ന് പറ്റത്തില്ല, പക്ഷെ നമുക്ക് ഈസി ആക്കിയുള്ള ഞാൻ ജമ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ജമ്പ് ഔട്ട് കൊണ്ട് ചടി കഴിഞ്ഞാല് അതിലൂടെ ഞാൻ പറയേണ്ട ഓപ്പോസിറ്റ് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ മനസ്സിൽ പറയുന്ന കാര്യത്തിന് ഓപ്പോസിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ പറ്റത്തില്ല. അപ്പൊ സിമ്പിളാണ്, നമ്മുടെ ഗെയിം സിമ്പിളാണ്. ഓക്കെ,
ജംപ് ഇന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ജംപ് ഔട്ട്, ഞാൻ ഓപ്പോസിറ്റ് കൊണ്ട് ജാണ്. ഓക്കെ, അപ്പൊ ഞാൻ ജമ്പിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ജംപ് ഔട്ട് കൊണ്ട് പുറത്തേക്ക് ആടുക. നിങ്ങളുടെ മനസ്സ് പറയുന്നത് നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, ഓപ്പോസിറ്റ് ആയിട്ടാ. ജമ്പിംഗ്, ജംപ് ഔട്ട്, ജംപ് റൈറ്റ്, ജംപ് ലെഫ്റ്റ്. ഓക്കെ, വെരി ഗുഡ്. നല്ലതായിരുന്നു, നന്നായിട്ട് പെർഫോം ചെയ്തത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ 2 പേരെ ഞാൻ കളി പറയാം. നിങ്ങൾ 5 ചീട്ട് എടുത്ത് രണ്ടാമത്തെ കളിക്ക് എല്ലാവർക്കും വളരെ സിമ്പിൾ. ആദ്യമായിട്ട് നമ്മൾ ചീട്ട് അതെ റെഡിട്ടല്ലോ. എന്തേര് റെഡില്ലേ? അതല്ല, എന്റെ കൈ വേണ്ടിയില്ലേ? എന്റെ കൈ വേണ്ടിയിട്ടായിരുന്നു. അത് തിരിച്ചു കിട്ടി, കുഴപ്പം തിരിച്ചു കിട്ടി. ഇല്ലേ, കളി കഴിഞ്ഞില്ല. അതായത് ഞാൻ അക്കുന്ന് ഭാഗത്തു നിന്നാണ് തന്നെ. ഞാൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കണേ. എനിക്ക് ഇഷ്ടപ്പെട്ട ഹോബി എന്ന് പറയുന്നത് പാട്ട് പാടണം. വെരി ഗുഡ്. എല്ലാവരും വെരി ഗുഡ് ഹോബി. എൻ്റെ ഹോബീസ് ഫുട്ബോൾ കളിക്കലാണ്. ഞാൻ പഠിക്കുന്ന 5ലാണ്. വെരി ഗുഡ്. വെരി ഫുട്ബോൾ. എൻ്റെ പേര് ഡെല്ല മിസ്റ്റോ. ഞാൻ 10 കഴിഞ്ഞു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡാൻസിങ് ആണ്. ഞാൻ 7 കഴിഞ്ഞു. ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടാവും, ഓർത്ത് നോക്കി. എന്തെങ്കിലും ഉണ്ടാവും ഇഷ്ടപ്പെട്ട കാര്യം. അനിയത്തിനെ നോക്കുന്നതാണോ? പിന്നെ വെറുതെ ഇരിക്കുന്നതായിരിക്കും. വെരി ഗുഡ്. അത് നല്ല ഹോബിയാണ്. എൻ്റെ പേര് ആഗ്നസ് മരിയ. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ മഞ്ഞപ്ര ഭാഗത്തു നിന്നാണ് വരുന്നത്. എൻ്റെ ഹോബി സിംഗിങ് ആണ്. വെരി ഗുഡ്. ഞാൻ 4 കഴിഞ്ഞു. സെബിപുരത്തു നിന്നാണ് വരുന്നത്. എൻ്റെ ഹോബി ക്രിക്കറ്റാണ്. വെരി ഗുഡ്. ഓക്കെ, ഞാൻ ഇനി 5ലേക്കാണ്. എൻ്റെ ഹോബി ഡാൻസിങ് ആണ്. ഡാൻസിങ്. എൻ്റെ പേര് മാനുവൽ. ഞാൻ 6ലേക്ക്. ഞാൻ വന്ന മലപ്പുറത്താണ്. എനിക്ക് ഡ്രീം ഫുട്ബോൾ. എൻ്റെ പേര് ലൂയിസ് ജോസഫ് ഡിനോ. ഞാൻ സെമിപുരത്തിന് വരുന്നു. എൻ്റെ ഹോബി ഫുട്ബോൾ ആണ്. അത് കണ്ടുകൊണ്ടിരിക്കണമെന്നൊക്കെ ചെയ്യാൻ പറ്റുന്ന കുഴപ്പമില്ല. ഫോർവേഡ്, ലെഫ്റ്റ്, ഫോർവേഡ്. ഒറ്റ സ്റ്റെപ്പ് നിങ്ങൾ കൺഫ്യൂഷൻ, ഒരേ സ്റ്റെപ്പ് വെച്ചാൽ മതി. ഫോർവേഡ്, റൈറ്റ്, റൈറ്റ്, ഫോർവേഡ്, ലെഫ്റ്റ്, ഫോർവേഡ്. ഇങ്ങനെ പോകണ്ട. അപ്പൊ ശരിക്കും മുമ്പ് കൊടുക്കുന്ന ആളുടെ ഡയറക്ഷൻ നമ്മൾ തിരികെ റിലാക്സ് ആക്കി. വെയിറ്റ് റൈറ്റ് ലെഫ്റ്റ് കൺഫ്യൂഷൻ. ഇങ്ങനെ ശരിക്കും ലെഫ്റ്റ് അല്ല റൈറ്റാ പോകേണ്ടത്. ശരിയല്ലേ? അപ്പൊ ശ്രദ്ധിക്കണം. കരിയർ ലെഫ്റ്റ് അല്ല, ലെഫ്റ്റ് അവർ റൈറ്റ് ആണ്. കറക്റ്റാണ് അവൾ പറഞ്ഞത്. ഓക്കെ, കണ്ടില്ലോ. നീ നോക്കി തന്നെ പറഞ്ഞാൽ മതി. നിനക്ക് മാറാതിരുന്നാൽ മതി. നിങ്ങൾക്ക് ഈ ആംഗിൾ ഉണ്ടാവും. ഈ ആംഗിൾ എവിടേക്ക് വേണ്ടി ഇത് കയറ്റി വെക്കാം. ഓക്കെ, ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ 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 പോവാം. അല്ലെങ്കിൽ ഇവിടെ ഒക്കെ പോവാം. ഓക്കെ, നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ മൊത്തം ഇതും ഓപ്പോസിറ്റ് ഇവിടെ ഇങ്ങനെ ആക്കണം. അതേപോലെ നടാഷിനെ സംബന്ധിച്ചാൽ ഈ മുഴുവൻ ഇങ്ങനെ വിടുന്നതാണ്. ഓക്കെ, മുന്നോട്ട് പോകുമ്പോൾ വേറെ ഓപ്പോസിറ്റിലേക്ക് ഇതിങ്ങനെ ആക്കണം. പ്രശ്നം വെച്ചാൽ എല്ലാവരും ഒരുപോലെ ഫോർവേഡ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ബ്ലോക്ക് ആവും. ശരിയല്ലേ? ഇതിപ്പോൾ ഇതിവിടെ നിൽക്കുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റേജ് ബ്ലോക്ക് ആവില്ല. കാരണം എനിക്ക് ഇങ്ങനെ ചാടി പോവാം. ഓക്കെ, എനിക്കിപ്പോൾ എൻ്റെ ഈ പറഞ്ഞ ഗോലിയുടെ മുകളിൽ ചാടാം, വേറെ ആളുടെ ഗോലിയുടെ മുകളിൽ ചാടാം.
പക്ഷെ ചില സിറ്റുവേഷൻ ഇങ്ങനെ വന്നപ്പോൾ പെടും. കാരണം ഈ ആൾക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റില്ല, അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ വന്നിരിക്കും എക്സാമ്പിൾ. ഇനിയിപ്പോൾ അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല, ആ ഓപ്ഷൻ ഇങ്ങോട്ട് വാങ്ങണം, അങ്ങോട്ട് പോവാം. പക്ഷെ മുന്നോട്ട് ഇവിടേക്ക് പോകാൻ നമുക്ക് തടസ്സമില്ല. ഈ സാഹചര്യം വന്നാൽ പറഞ്ഞു പോവാം, പക്ഷെ അത്രയും സ്റ്റെപ്പ് നമുക്ക് ഏറ്റവും എത്തണമെന്നാണ്. രസമുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഇത് മനസ്സിനുള്ളിൽ കുറച്ച് ഇതുണ്ടായിരുന്നു, എന്നാലും വളർന്നിരുന്ന് പോയി. അത് തന്നെയാണ് ഇതുണ്ടായിരുന്നു. ലക്ഷ്യത്തിലെത്തിയോ? ലക്ഷ്യത്തിലെത്തി. പിന്നെ മറ്റേ സാർമാരുടെ ഇതുണ്ടായിരുന്നുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അടുത്ത ദിവസം ഇതേ ഗെയിം തന്നെ ക്വസ്റ്റ്യൻ ആണ്. എത്ര ശതമാനം വിജയിച്ചു നമ്മളോട് ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്? അല്ല, എനിക്ക് കുറച്ച് ധൃതി ഉണ്ടായിരുന്നു നേരത്തെ പറഞ്ഞത്. എനിക്ക് എങ്ങനെയും വളർന്നിരുന്ന് പോകാൻ ഞാൻ കാണിക്കണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. കണ്ണടച്ചിരിക്കല്ലേ, ഞാൻ കൈ മറന്നായിരുന്നു. എത്ര ശതമാനം വിജയിച്ചു? നമ്മള് പരാജയത്തിന് ശേഷം അനാലിസിസ് എത്ര ശതമാനം? ഫസ്റ്റ് ട്രൈ അല്ലേ പോയി അടുത്ത വർഷത്തില്. അല്ല, ഈ ഫസ്റ്റ് ട്രൈ പണ്ട് ചെറുപ്പത്തില് ചുമരില് പടം വെച്ചു. അത് ചെറുപ്പത്തില്. ഇപ്പോ ഈ വെക്കേഷനൊക്കെ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിലൊക്കെ മാസങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ വഴക്കെടുത്തതിന്റെ പേരിൽ പ്രഭാഷ. എനിക്ക് ഇഷ്ടപ്പെട്ട കളി യൂറോ. വളരെ ലക്കി ഗെയിം ആയതുകൊണ്ടാണോ അത് എങ്ങനെ എൻഗേജിങ് ആയിരുന്നു? എന്തായാലും ഓക്കെ. അപ്പം ലക്ക് ഭാഗ്യത്തിനൊക്കെ ഇഷ്ടമുണ്ടല്ലോ, കാരണം ഓക്കെ വെരി ഗുഡ്. അത് നല്ലൊരു ഗെയിമാണ്. ആ ഗെയിമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്നൊക്കെ ഭാഗ്യം കയറി ഒരു അൺഎക്സ്പെക്ടഡ് ട്വിസ്റ്റ് ഉണ്ടാവും. വെരി ഗുഡ് നടാഷ. അപ്പോൾ ഹാൻഡ് ഓവർ ടു ആവറേജ്. എൻ്റെ പേര് ആവറേജ്. എനിക്കിഷ്ടമായ ഗെയിം ട്രെയിന്. അത് കണ്ണടച്ച് വന്നിരുന്നു. ഓക്കെ വെരി ഗുഡ്. എൻ്റെ പേര് ലൂയിസ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഗെയിം യൂണോ. അത് കാരണം കുറേ ട്വിസ്റ്റുകളും ലക്ക് വേണ്ട ഒരു ഗെയിമായിരുന്നു. ഓക്കെ വെരി ഗുഡ്. അക്കാനിയ. എൻ്റെ പേര് അൽക്കാനിയ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ചൈനീസ് സ്റ്റഡീസ് ആയിരുന്നു. അത് ഭയങ്കര ഇതായിരുന്നു വെച്ചാൽ വേറൊരാളുടെ ഇതിലേക്ക് ഗ്ലോയിൽ ഇങ്ങനെ മാറ്റി മാറ്റി കളിക്കുന്നത്. പിന്നെ എന്നിട്ട് ഫിഷിംഗ് ബോർഡിൽ പോയി കളിച്ചപ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ കുറേ ഫിഷിനൊക്കെ കണ്ടു. പിന്നെ പാർക്കിൽ പോയിട്ട് കളിച്ചു. നല്ല രസമുണ്ടായിരുന്നു. വെരി ഗുഡ് അക്കാനിയ. ആൻസലോ. എൻ്റെ പേര് ആഞ്ചലോ പീറ്റർ. എനിക്ക് ഇഷ്ടപ്പെട്ടത് ട്രെയിൻ കളിയാണ്. അത് വാങ്ങി കഴിഞ്ഞ് പോകുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഡിയോ. എൻ്റെ ഒരു നിയമം തിരിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടത് യൂണോ ഗെയിമാണ്. എന്ന് വെച്ചാൽ ലാസ്റ്റിൻ്റെ ഗെയിം ആയതുകൊണ്ടാണ്. എൻ്റെ പേര് മേന. എനിക്ക് ഇഷ്ടപ്പെട്ടത് യൂണോ ആണ്. ചീറ്റകളി പോലെ കളിക്കാം. ലക്കുണ്ടെങ്കിൽ ലക്ക് കിട്ടും. എൻ്റെ പേര് ഇതല്ല. എനിക്കിഷ്ടപ്പെട്ടത് മറ്റേ ചൈനീസ് സാധനത്തിൻ്റെ പേര് അതായിരുന്നു. അത് കുറച്ച് ബുദ്ധിയൊക്കെ വെച്ച് കളിക്കുന്ന ഒരു ഗെയിമായിട്ടുണ്ടായിരുന്നു. നല്ലതായിരുന്നു. എൻ്റെ പേര് അലോണ. എനിക്കിഷ്ടപ്പെട്ട ഗെയിം യൂണോ ആണ്. കാരണം അത് ഭയങ്കര ലക്കി ആയിട്ടുള്ള ഒരു ഗെയിമായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. എൻ്റെ പേര് ആഗ്നൽ. എനിക്കിഷ്ടപ്പെട്ടത് യൂണോ ആണ്. അത് എപ്പോഴാണെങ്കിലും ഡിസ്റ്റ് തരാം. യൂണോ ആണ് ഇഷ്ടപ്പെട്ടത്. എൻ്റെ പേര് ആഗ്നസ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഗെയിം യൂണോ ആണ്. അത് നല്ല ലക്കി ആയിട്ട് കിട്ടുന്ന Thank you.